ജവഹർലാൽ നെഹ്റു ഈ പേരിന് ഈ രാജ്യത്തിന്റെ മതേതര മനസ്സിൽ വലിയ സ്ഥാനമാണുള്ളത്. നെഹ്റു പണിതെടുത്ത ആധുനിക ഇന്ത്യ എന്ന മനോഹര സൗധത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മതേതരത്വം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഇക്കാലത്ത് നെഹ്റുവിയൻ സെക്യുലറിസത്തെക്കുറിച്ച് വിശദമായ വായന ആവശ്യമുണ്ട്. മതത്തിനതീതമായി മനുഷ്യനെയും മാനവികതയെയും ഒരു ഭരണാധികാരി എങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് നെഹ്റു തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. 1949 ഡിസംബർ 28 രാത്രിയിലാണ് ബാബറി മസ്ജിദിൽ ആദ്യമായി രാമവിഗ്രഹം പൊട്ടിമുളച്ചത്. അന്ന് നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹങ്ങൾ സരയൂ നദിയിൽ ഒഴുക്കിക്കളയൂ എന്നാണ്. അദ്ദേഹം മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു, അത് ഇപ്പോൾ ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ പോകുന്ന വൻ വിപത്ത് അവിടെ നിന്നായിരിക്കും. ദീർഘദർശനമുള്ള ഭരണാധികാരിയുടെ വാക്കുകളായിരുന്നു അത്. ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭൂരിപക്ഷ വർഗീയതയാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ച മതേതരവാദിയായിരുന്നു നെഹ്റു. അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്താനും ചരിത്രത്താളുകളിൽ നിന്ന് വലിച്ചു താഴെയിടാനും 2014 മുതൽ സംഘപരിവാർ ശ്രമിക്കുന്നത്. രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ കാരണക്കാരൻ ജവഹർലാൽ നെഹ്റു ആണെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സർദാർ വല്ലഭായ് പട്ടേലിനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് നെഹ്റുവിനെയാണ്. പട്ടേലിനെ ഒതുക്കാൻ നെഹ്റു ശ്രമിച്ചു എന്ന കളവ് വ്യാപകമായി സംഘകേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച RSSന് മരുന്നിന് പോലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇല്ലാത്തതുകൊണ്ടാകും പട്ടേലിനെ തട്ടിയെടുക്കാൻ ശ്രമം നടത്തുന്നത്. ഇതേ പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് RSSനെ നിരോധിച്ചതെന്നത് മറ്റൊരു കാര്യം. ഈ വസ്തുത മറച്ചുവെച്ചാണ് നെഹ്റുവിനെതിരെ ഇത്തരത്തിൽ ശ്രമങ്ങൾ നടക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും നെഹ്റുവിനില്ല എന്നതാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കള്ളം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ 9 തവണയായി 3529 ദിവസം ജയിലിൽ കിടന്നു എന്ന വസ്തുത മറച്ചുവെച്ചാണ് ഇത്തരത്തിലൊരു പ്രചരണം. ജവഹർലാൽ നെഹ്റുവിനെ ലക്ഷ്യമിട്ട് 2022 സ്വാതന്ത്ര്യ ദിനത്തിൽ BJP 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. വിഭജനത്തിന്റെ കാരണക്കാരൻ നെഹ്റു ആണെന്നാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നെഹ്റുവിന്റെ സാമ്പത്തിക നയങ്ങളും സ്വതന്ത്ര ഇന്ത്യയെ ലോകരാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്താൻ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും ചേരിചേരാ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചതും ഉൾപ്പെടെയുള്ള സംഭാവനകളെ തമസ്കരിച്ചുകൊണ്ടാണ് BJP ഇത്തരം പ്രചരണം നടത്തുന്നത്. ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രം മരണശേഷവും നെഹ്റുവിനെ കടന്നാക്രമിക്കുന്നുവെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ. വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരെയായിരുന്നു നെഹ്റുവിന്റെ ജീവിതവും സമരം.